നമസ്തേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു നിയോഗമായിട്ട്, ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ്. ഇതൊരു ക്യാമ്പയിനാണ്. ക്രോസോത്തപ്പൻ്റെ ക്ഷേത്രഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്. ഈ മഹത്തായിട്ടുള്ള ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഭക്തജനങ്ങൾക്കൊപ്പം ഞാനും പ്രണവവേദയും ചേരുകയാണ്. ശ്രീ സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള ക്രോസോത്തപ്പൻ്റെ ഈ ക്ഷേത്രഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോയിൽ ക്ഷേത്രത്തിൻ്റെ ഗൂഗിൾ പേ ഉള്ള നമ്പറും അതുപോലെ തന്നെ QR കോഡും കൊടുക്കുന്നുണ്ട്. നമുക്ക് കഴിയാവുന്ന സംഭാവനകൾ നൽകിയിട്ട് ആ ക്ഷേത്രഭൂമിയെ വീണ്ടെടുക്കേണ്ടതുണ്ട്. QR കോഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് ഈ കാര്യത്തിൽ എല്ലാ ഭക്തജനങ്ങളും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിലെ പാലകർക്കൊപ്പം ചേരാം, അവരുടെ പ്രാർത്ഥനകൾക്കൊപ്പം കൂടാം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഈ ക്യാമ്പയിൻ ഒരു വൻ വിജയമാക്കണം. ഈ ക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രോസോത്തപ്പൻ്റെ തിരുനടയിലാണ്. സന്താന ഗോപാലമൂർത്തിയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഈ തിരുസന്നിധിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി അദ്ദേഹം ക്രോസോത്തപ്പൻ്റെ ദേവസന്നിധിയിലെ ആവശ്യം ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. നിലവിലിപ്പോൾ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷേ പണ്ട് ഒരു മഹാരാജാവിൻ്റെ തിട്ടൂര് പ്രകാരം ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള 1 ഏക്കർ 8 സെൻറ്റ് സ്ഥലം അമ്പലത്തിലേക്ക് വേണ്ടി നിത്യദാനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. ആ സ്ഥലം ഇപ്പോൾ നമുക്ക് അന്യാധീനപ്പെട്ട രീതിയിലാണ്. കാരണം അത് കാലം അങ്ങനെ വന്നു വിട്ടു. അത് ആ വസ്തു കാരണം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഫ്രണ്ടേജ് ഇല്ല, മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സ്ഥലമില്ല. അമ്പലം ഇരിക്കുന്ന സ്ഥലം ഒരു ഉത്സവാദി കാര്യങ്ങളൊന്നും നടത്താൻ യാതൊരു സ്ഥലമില്ലാത്തത്. അവരുടെ ഇപ്പോൾ പിന്നെ അവരുടെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അത് അവരോട് സംബന്ധിച്ചുള്ള രീതിയിലാണ്. പക്ഷേ എങ്കിൽ ആ സ്ഥലവും കൂടി നമുക്ക് ലഭിക്കത്തക്കമാറ് അത് ഇപ്പോഴത്തെ കൈവശക്കാരുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായ രീതി വരുമ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിച്ച് നമുക്ക് ഇത് വളരെയധികം സാമ്പത്തിക ബാധ്യത വരുന്ന ഈ കാര്യത്തിലേക്ക് നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് പുറമേയുള്ള എല്ലാവരുടെയും സഹകരണം ക്രോസോത്തപ്പന് വേണ്ടി അപേക്ഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ഒരു ആക്ഷേപമില്ലാത്ത ഒരു വില നമുക്ക് കൊടുത്ത് എല്ലാവരുടെയും സംതൃപ്തിയോട് കൂടിയിട്ട് നമുക്ക് സംസാരിച്ച് ലോകത്തിൽ വന്ന് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്നുള്ള രീതിയിൽ ഒരു ആവശ്യം നമ്മൾ സാമാന്യീകരിക്കുന്നതിനായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രം ഇരിക്കുന്ന ഭൂമി മാത്രമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ളത്. ഈ ചുറ്റുമുള്ള ഭൂമി മുഴുവൻ ക്ഷേത്രത്തിന് നഷ്ടമായതാണ്. കദളിവാഴയും കരിമ്പും തുളസിയും ആലും എല്ലാം ഇവിടെ നടേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ഭൂമി ഭഗവാന് തിരിച്ച് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂമി അത് ഭഗവാനെ തിരിച്ചേൽപ്പിക്കുവാനായിട്ട് ജന്മനിയോഗം പോലെ മുന്നോട്ട് വന്ന ഏതാനും ക്ഷേത്രപാലകരുടെ മുന്നിലാണ്. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ മാതൃസമിതി ഉണ്ടോ ശരിക്കും? അപ്പോൾ മാതൃസമിതിയൊക്കെ രൂപീകരിക്കണം. അപ്പോൾ അങ്ങനെയുണ്ട്. ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്ന പദ്ധതി എല്ലാവരും, ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത് ഇത് പരിപൂർണ്ണ വിജയത്തിലെത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്ന ഈ ക്യാമ്പയിൻ ഇത് നമ്മുടെ സ്വന്തം അമ്പലമാണ്, നമ്മുടെ നാട്ടിലെ സ്വന്തം അമ്പലമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ്. ഇത് ഏറ്റെടുത്ത് വൻ വിജയമാക്കി തീർത്ത് നമുക്ക് ഭഗവാന് ഭൂമി മേടിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്രോസോത്തപ്പൻ്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുക, കൂടാതെ അത് കാട് കയറി നാശമായി കിടക്കുകയാണ്. അത് അമ്പലത്തിന് വേണ്ടിയിട്ട് തിരിച്ചെടുക്കണം. അതിനെല്ലാവരും ജാതി മതഭേദമന്യേ സഹകരിക്കണമെന്നും അതിന് വേണ്ടതായ പ്രതിഫലം ഇതൊന്ന് സഹകരിക്കണമെന്നും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. ക്രോസോത്തപ്പൻ്റെ ഈ ഭൂമി നിലവിൽ
ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്ന ഭൂമി മുഴുവനും അന്യാധീനപ്പെട്ടു പോയി. ക്ഷേത്രം ഇരിക്കുന്ന ആ ഒരു സ്ഥലം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഇതിൻ്റെ മുൻവശത്തും പിൻവശത്തുമായിട്ട് കിടക്കുന്ന ഭൂമി ഇപ്പോൾ വേറെ ഒരു ആളുടെ കൈവശമാണ്. അത് നമ്മൾ അവർക്ക് കാര്യമായി സാമ്പത്തിക നഷ്ടം കൂടാതെ അത് നമ്മൾ തിരിച്ചു പിടിക്കുക. അതുപോലെ തന്നെ ഒരു ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്നുള്ള ആ ജന്മസാഫല്യം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളും എല്ലാവരും, നമുക്ക് മതം എന്നുള്ളതില്ല, അത് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഭൂമി നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഈ ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്നുള്ള യാഥാർത്ഥ്യം സബലീകരിക്കുക, അതിന് സഹകരിക്കുക. ക്രോസോത്തപ്പൻ്റെ ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിയാവുന്ന രീതിയിൽ സംഭാവന ചെയ്ത് ക്രോസോത്തപ്പൻ്റെ നഷ്ടപ്പെട്ട ഭൂമി തിരികെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ക്രോസോത്ത് ക്ഷേത്രാധികാരിയായ തിട്ടപ്പള്ളി കൃഷ്ണപ്പേട്ടൻ പറഞ്ഞ മാതിരി വളരെയധികം ഭൂസ്വത്തുക്കളുണ്ടായിരുന്ന ഒരു പൂർവ്വകാല പ്രൗഢിയോട് വിളങ്ങി നിന്നിരുന്ന ഗ്രാമദേവനാണ് ക്രോസോത്തപ്പൻ. പക്ഷേ കാലക്രമേണ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോയി. ഇപ്പോൾ നിലവിലെ സ്ഥിതി ക്രോസോത്തപ്പന് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഭൂമി തിരിച്ച് ക്രോസോത്തപ്പൻ്റെ കാൽക്കൽ വയ്ക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ കമ്മിറ്റിക്കാർക്കുള്ളത്. ഒരു പിടി മണ്ണ്, ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുമായിട്ട് എല്ലാവരും സഹകരിക്കണം. ഞങ്ങൾ ആ ഒരു പദ്ധതിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ കഴിയാവുന്ന സഹായം ചെയ്ത് ക്രോസോത്തപ്പന് നഷ്ടപ്പെട്ടു പോയ മണ്ണ് വീണ്ടെടുത്ത് കൊടുക്കുന്നതിൻ്റെ ആ ഒരു പുണ്യം നിങ്ങൾക്കും കൂടി ലഭിക്കട്ടെ. അത് അതിനുവേണ്ടി പ്രവർത്തിക്കുക, സഹകരിക്കുക, സഹായിക്കുക. ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ്, അതിനായി നിങ്ങളുടെ ഒരു പിടി പണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനിപ്പോൾ പുതിയ ഈ ക്രോസോത്ത് സന്താനഗോപാലമൂർത്തി ക്ഷേത്രത്തിൻ്റെ സേവാസമിതിയിലെ ഒരു കമ്മിറ്റിക്കാരനാണ്. അപ്പോൾ ഈ എല്ലാ അംഗങ്ങളും ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞതുപോലെ ഈ ഭഗവാന് നഷ്ടപ്പെട്ടു പോയത്, അതായത് ഭഗവാൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തന്നെ ഭൂമിയാണ്. അത് അറിഞ്ഞോ അറിയാതെയോ കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് ആ ഭൂമി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് പുതിയ സേവാസമിതി. അതിനാണ് ഈ ഒരു പിടി മണ്ണ്, ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വിജയിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇത് സേവാസമിതിക്കോ ഒരു വ്യക്തിക്കോ വേണ്ടിയിട്ടല്ല, ഈ നാടിന് വേണ്ടി ക്രോസോത്തപ്പൻ്റെ ഉയർച്ചയിലൂടെ ഈ നാടിൻ്റെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനോട് സഹകരിച്ച് ഇതൊരു വൻപിച്ച വിജയമാക്കി നമ്മുടെ ഈ ക്രോസോത്തപ്പൻ്റെ ക്ഷേത്രവും പരിസരവുമെല്ലാം ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും പ്രയത്നിക്കണമെന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പുന്നാമമാകുന്ന നരകത്തിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യിക്കുവാൻ ശേഷിയുള്ള ഈ സന്താന ഗോപാലമൂർത്തിയുടെ ക്ഷേത്രഭൂമിയെ ഭഗവാന്റെ തന്നെ തൃപ്പാദങ്ങളിൽ പുനർസമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തരും കഴിയുന്നതും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളിൽ കഴിയാവുന്ന സംഭാവനകൾ നൽകി ഈ സംരംഭത്തെ വിജയിപ്പിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്രോസോത്തപ്പൻ്റെ ഉത്സവ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.